ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ തളപതി വിജയ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തപ്പെട്ടത്. ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ വരവേൽപ്പായിരുന്നു തളപതി വിജയ്ക്ക് ലഭ്യമായത്. ഇപ്പോഴത്തെ അതിന്റെ ബാക്കി പത്രമാണ് നാം ഇന്ന് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം മൈതാനത്തിന് പുറത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തളപതി വിജയ് തന്റെ ആരാധകരെ കാണാനായിട്ട് തന്റെ പതിവ് ശൈലിയിൽ സെൽഫി വീഡിയോ എല്ലാം തന്നെ എടുക്കാനായിട്ട് വാഹനത്തിന് പുറത്ത് കയറുകയും ഒപ്പം തന്നെ ആരാധകരെ അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് 360 ഡിഗ്രി സെൽഫി വീഡിയോ എടുക്കുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെയാണ് നാം കണ്ടത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടിവിയും നമ്മുടെ വിജയ് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആരാധകരെ വലിയ രീതിയിൽ ആവേശത്തിലാഴ്ത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഒരു പക്ഷേ ആ സ്റ്റേഡിയത്തിന് അടുത്തുകൂടി പോകുന്നവരെല്ലാം തന്നെ IPL സീസൺ ആണല്ലോ വരാനായിട്ടിരിക്കുന്നത്, ഇനി ഇന്ത്യയുടെ വല്ല ക്രിക്കറ്റ് മത്സരം വല്ലതും അൺഒഫീഷ്യലായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചിരിക്കുക. അത്രത്തോളം വലിയൊരു കാണികളുടെ കൂട്ടം തന്നെയാണ് വിജയെ കാണാനായിട്ട് നമുക്ക് ആ സ്റ്റേഡിയത്തിന് പുറത്ത് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ നെയ്വേലിയിൽ വെച്ച വാഹനത്തിന് മുകളിൽ കയറി നിന്നുള്ള വിജയുടെ സെൽഫി ചിത്രമെല്ലാം തന്നെ വലിയ രീതിയിൽ അന്ന് തരംഗമായതാണ്. ഇപ്പോഴത്തെ അതിനോട് സമാനമായ ഒരു ചിത്രമാണ് വിജയ് എടുത്തിരിക്കുന്നത്. എന്തായാലും ആ ചിത്രവും വീഡിയോയും കാണാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. നിലവിൽ ഈ നിമിഷം വരെ ഈ രാത്രി 9 മണി സമയം വരെ വിജയ് അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ ചിത്രം കാണുവാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ഇന്ന് തമിഴിലെ ഏറ്റവും വലിയ സിനിമ കൂടിയായ കങ്കുവ എന്ന സിനിമയുടെ ടീസർ പോലും പുറത്തു വന്നിരുന്നു. സൂര്യയുടെ കരിയറിലെ തന്നെ വലിയ സിനിമയായ കങ്കുവയുടെ സീസൽ വീഡിയോ എല്ലാം തന്നെയാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ടീസറിന് മികച്ച അഭിപ്രായങ്ങളും ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ആ ടീസർ പോലും വിജയുടെ കേരള സെൽഫിക്കിടയിൽ വലിയ തരംഗമാകാതെ പോകുന്നു എന്ന് വേണം നമുക്ക് ആ വ്യൂവേഴ്സ് കൗണ്ടെല്ലാം തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട്. എന്തായാലും കാത്തിരിക്കൂ, വിജയുടെ ഒരു സെൽഫി ചിത്രമെല്ലാം തന്നെ HD വരികയാണെങ്കിൽ അത് കാണുവാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.